നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇന്നും ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ പുറത്ത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. മൂന്നാം പീഡന പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വ്യാജമാണെന്നും ബാലിശമാണെന്നും ഹർജിയിലെ വാദം. ഹർജിക്കാരനെ അപകീർത്തിപ്പെടുത്താനും ഹർജിക്കാരനെ ജയിലിലടയ്ക്കാനുമുള്ള ദുരുദ്ദേശത്തോടെയുള്ളതാണ് പരാതിയെന്നും ഈ കേസിൽ ബലാത്സംഗ ആരോപണം നിലനിൽക്കില്ലെന്നുമാണ് വാദം. പരാതിക്കാരി വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും ഉഭയസമ്മതത്തോടെയുള്ള ബന്ധമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഹർജിയിൽ പറയുന്നു. പരാതിക്കാരി തന്നെയാണ് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത്. പരാതിക്കാരി പ്രായപൂർത്തിയാകാത്ത ആളല്ല. പ്രായപൂർത്തിയായ ഒരു പുരുഷനെ കാണാൻ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുന്നതിന്റെ ഗുണദോഷങ്ങൾ അവൾക്കറിയാമെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് യഥാർത്ഥ പരാതിക്കാരിക്ക് നന്നായി അറിയാമെന്നും പരാതിക്കാരി അവിവാഹിതയായ സ്ത്രീയാണെന്ന ധാരണയിലായിരുന്നു ഹർജിക്കാരനെന്നുമാണ് വാദം. വിവാഹിതയാണെന്ന് അറിഞ്ഞപ്പോൾ ബന്ധം തകർക്കുകയായിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. രാഹുൽ നൽകിയ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. ഗുരുതരമായ ആരോപണമാണ് പരാതിയിൽ രാഹുലിനെതിരെ യുവതിയും ഉന്നയിച്ചിരിക്കുന്നത്. രാഹുലിനെതിരായ പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുന്നതും. 2 ബലാത്സംഗ കേസുകൾ അറസ്റ്റ് നീട്ടിക്കിട്ടിയതിന് ആശ്വാസത്തിലിരിക്കവെയാണ് ഇടുത്തി പോലെ മൂന്നാമത്തെ കേസ് വരുന്നതും രാഹുൽ പിടിയിലാകുന്നതും. വിദേശത്തുള്ള പരാതിക്കാരി ഇമെയിലിൽ DGPക്ക് നൽകിയ പരാതിയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു SITയുടെ നീക്കങ്ങൾ. മൂന്നാമതൊരു പരാതിക്കാരി എത്തിയെന്ന വിവരം പോലും പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. രാഹുലിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മാത്രമാണ് അത്തരത്തിലൊരു മൂന്നാമത്തെ ഒരു പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തേക്ക് വരുന്നത്. SP പൂങ്കുഴലിലെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ചേർത്ത് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് പാലക്കാട്ട് KPM ഹോട്ടലിൽ നിന്ന് രാഹുലിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസം ജയിലിൽ എത്തിച്ചിരുന്നു. മാവേലിക്കര സബ് ജയിലിൽ 26/2026 നമ്പർ തടവുപുള്ളിയായാണ് രാഹുലിനെ ജയിലടച്ചത്. അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള മൂന്നാം ബലാത്സംഗ കേസിലാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായതെങ്കിലും രാഹുലിന് യാതൊരു കുലുക്കവുമില്ല. ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെല്ലുവിളി പോലും നടത്തി. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നാണ് രാഹുൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്നും സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്നും ജയിലിലാകും മുന്നേ രാഹുലിന്റെ വെല്ലുവിളി. എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നത്. എന്തായാലും ഈ പരാതിക്കാരിയുടെ പരാതിയൊക്കെ എത്തരത്തിലാണ്, ഏത് രീതിയിലാണ് രാഹുലിന് ജാമ്യം കിട്ടുമോ എന്നതൊക്കെ ഏറ്റവും ശ്രദ്ധേയം. ഉറ്റുനോക്കുകയാണ്. അതേസമയം രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ നടത്തിയിരിക്കുന്ന ചാറ്റിൽ ഉള്ള വിവരങ്ങൾ. ഫ്ലാറ്റ് വാങ്ങുന്നതിനായി യുവതിയെ നിർബന്ധിക്കുന്ന രാഹുലിനെയാണ് ഈ ചാറ്റിൽ കാണാൻ സാധിക്കുന്നത്. 3 ബെഡ്റൂമോ വേണോ 2 ബെഡ്റൂം പോരെ എന്ന് യുവതി ചോദിക്കുമ്പോൾ വാങ്ങുമ്പോൾ 3 ബെഡ്റൂം തന്നെ വേണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതാകുമ്പോൾ നല്ല സ്പേസ് ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകുന്നു. പാലക്കാട് ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ നിർബന്ധിക്കുന്നത്. 2 ബെഡ്റൂം പോരെ എന്ന് യുവതി ചോദിക്കുമ്പോൾ 3 ബെഡ്റൂം തന്നെ വേണമെന്ന് രാഹുലിൻ്റെ കടുംപിടുത്തമൊക്കെ ഈ ചാറ്റിൽ നിന്ന് വ്യക്തമാണ്. 1 കോടി രൂപ വില വരുന്നതായിരുന്നു ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റ് വാങ്ങാനാണ് ഈ യുവതിയെ രാഹുൽ നിർബന്ധിക്കുന്നത്. അത്രയും പണമില്ലാത്തതിനാൽ ഫ്ലാറ്റ് വാങ്ങുന്നതിൽ നിന്ന് യുവതി പിന്മാറി. യുവതി പോലീസിന് നൽകിയ മൊഴിയിലും ഫ്ലാറ്റിനെ സംബന്ധിച്ച വിവരങ്ങളുണ്ടായിരുന്നു. നിർണായകമായ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ്, അതായത് പരാതിക്കാരി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പലതും വാങ്ങാൻ നിർബന്ധിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങുന്നതിനായി ബന്ധപ്പെട്ട ചാറ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നിർണായകമായ ചാറ്റാണ്. 12ാം നിലയിലെ ഫ്ലാറ്റ് വാങ്ങാനുള്ള പ്രപ്പോസൽ പങ്കുവച്ചാണ് സംസാരം. ഫ്ലാറ്റ് വാങ്ങാൻ 1 കോടി രൂപ ചെലവഴിക്കണമെന്ന് രാഹുൽ പറഞ്ഞെന്ന് പരാതിക്കാരി മൊഴി നൽകുകയും ചെയ്തു. അതേസമയം ഈ ഒരു അന്വേഷണ ഘട്ടത്തിൽ ചാറ്റ് ഏറെ നിർണായകമാകുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് സംഘം ഇന്ന് അപേക്ഷ നൽകും. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. രാഹുലിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് SITയുടെ ആവശ്യം. പരാതിക്കാരി ലൈംഗിക അതിക്രമം നേരിട്ട ഹോട്ടലിൽ പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പേടിപ്പിക്കാൻ നീയല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട, പേടിക്കാൻ ഉദ്ദേശമില്ല, ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചു കൊടുക്കും എന്നത്
എന്നതടക്കമുള്ള ഭീഷണിയാണ് ടെലഗ്രാമിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പെൺകുട്ടിയോട്, അതിജീവിതയോട് ഭീഷണിപ്പെടുത്തുന്നത്. പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം. ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല. നീ ചെയ്യാനുള്ളത് ചെയ്, ബാക്കി ഞാൻ ചെയ്തോളാം എന്നാണ് ഭീഷണിപ്പെടുത്തൽ. ഓടി നടന്ന് നീ തിരിച്ചു പിടിക്കാൻ നോക്കുന്ന നിന്റെ ഇമേജ് ഉണ്ടല്ലോ, ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇപ്പോൾ സൂപ്പർ ഹീറോ പുണ്യാളനാണല്ലോ എന്ന് അതിജീവിത ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ പേടിപ്പിക്കുന്ന പരിപാടി 1 മാസം മുമ്പൊക്കെ നടത്തിയാൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ പരിധിയും കഴിഞ്ഞു നിൽക്കുന്നയാളാണ്. നീ ഈ പറയുന്ന ഇമേജ് തിരിച്ചു പിടിക്കൽ ഒന്നുമല്ല മോളെ, അതൊക്കെ നിന്റെ തോന്നലാണ്. ഇനി ഒന്നിനോട് കീഴ്പ്പെടുന്നില്ല എന്ന എൻ്റെ തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാനും ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷെ നീ താങ്ങില്ല. നിന്റെ ഭീഷണിയൊക്കെ നിർത്തിയേക്ക്. ഇവിടെ വന്നാൽ ഞാൻ കുറേ ആളുകളുമായി നിന്റെ വീട്ടിൽ വരാം, അത്ര തന്നെ. അല്ലാണ്ട് ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നത്. നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർത്തിട്ട് വാ. എന്തറിഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആകെ ഇപ്പോൾ ഇല്ലാത്തതും നീ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നത് കേസാണ്. ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ അറിയാലോ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ. നീ നന്നായി ജീവിക്കുന്നേ. ആരെയാ നീ പേടിപ്പിക്കുന്നത്? എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പേടിപ്പിക്കുന്നു. നീ വാർത്താ സമ്മേളനം നടത്തൂ എന്നതടക്കമുള്ള ഭീഷണി സന്ദേശങ്ങളാണ് രാഹുൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം 3ാമത്തെ ബലാത്സംഗ കേസിൽ ഇന്നലെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിലാണ് അറസ്റ്റ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. രാഹുലിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതും ഏറ്റവും ശ്രദ്ധേയം. നാട്ടിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്പർ കിട്ടിയതെന്ന 31-കാരിയുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. നാട്ടിലുള്ള ഒരു സുഹൃത്താണ് രാഹുലിൻ്റെ നമ്പർ നൽകിയതെന്നും അത് വെറുതെ ഫോണിൽ സേവ് ചെയ്തെങ്കിലും വിളിച്ചില്ല. 2019 മുതൽ താൻ കാനഡയിലാണ് ജോലിയും താമസവും. നാട്ടിലുള്ള പപ്പയ്ക്ക് മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യുന്നതിനായി 2023 സെപ്റ്റംബറിൽ നാട്ടിലെ ബാല്യകാല സുഹൃത്തായ മറ്റൊരു രാഹുലിന് വാട്സാപ്പ് വഴി കൊറിയർ കമ്പനിയുടെ ലിങ്ക് അയച്ചു കൊടുത്തു. എന്നാൽ സന്ദേശം മാറി രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്പറിലേക്കാണ് പോയത്. മനസ്സിലായ ഉടനെ അത് ഡിലീറ്റ് ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം മുതൽ ഹായ്, ഹലോ എന്നിങ്ങനെ മെസ്സേജ് രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്പറിൽ നിന്ന് വന്നു തുടങ്ങി. ക്രമേണ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. കുടുംബകാര്യമൊക്കെ ചോദിച്ചറിഞ്ഞു. വർഷങ്ങളോളം പരിചയമുള്ള ആളെപ്പോലെയാണ് രാഹുൽ സംസാരിച്ചത്. വിവാഹിതയാണെന്ന് താൻ രാഹുലിനോട് പറഞ്ഞിരുന്നു. ഭർത്താവിനെ കുറിച്ചും കുട്ടികളുണ്ടോ എന്നും ചോദിക്കുമായിരുന്നു. കുട്ടികളില്ലാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ ദാമ്പത്യത്തിൽ ചില പൊരുത്തക്കേടുള്ളതായി പറഞ്ഞു. അതിൽ പിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇറങ്ങി വരാനും നിർബന്ധിച്ചു. തനിക്ക് 3 കുട്ടികളെങ്കിലും വേണമെന്നും പക്ഷെ തിരക്ക് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ സമയം കിട്ടില്ലെന്നും അവർക്ക് നല്ലൊരു അമ്മയും വേണമെന്നും രാഹുൽ പറഞ്ഞു എന്നാണ് യുവതി പോലീസിൽ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. താൻ നല്ലൊരു പാർട്ട്ണർ ആയില്ലെങ്കിലും നല്ലൊരു ഫാദർ ആയിരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. രാഹുൽ ഈ ബന്ധം ടൈം പാസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ നാട്ടിൽ വരുമ്പോൾ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്താമെന്നായിരുന്നു മറുപടി. തിരുവനന്തപുരം സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗം സബ് ഇൻസ്പെക്ടർ AL പ്രിയയ്ക്ക് യുവതി നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും വളരെ നാടകീയമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പാലക്കാട്ടെ KPM റീജൻസിൻ്റെ 2002 എന്ന മുറിയിലെത്തി രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതിനുശേഷം രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി.